ഭരതേട്ടൻ ഒരു സകലകലാവല്ലഭൻ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. കാരണം അദ്ദേഹത്തിൻ്റെതായ കഴിവുകൾ മാത്രമല്ല, സംഗീതത്തിൽ വളരെയധികം അറിവുമുണ്ട്, താല്പര്യവുമുണ്ട്. അദ്ദേഹത്തിന് ചില രാഗങ്ങൾ ഒരുവിധം എല്ലാ പാട്ടിലും, മെയിനായിട്ടുണ്ട് ശ്രീരാഗം, പിന്നെ ഹിന്ദോളം, വൃന്ദാവന സാരംഗ, ഇങ്ങനെയുള്ള പാട്ടുകൾ, ഇങ്ങനെയുള്ള രാഗങ്ങളെല്ലാം ഒരുവിധം എല്ലാം നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഇതിൽ മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവട്ടത്തിൽ അങ്ങനെയുള്ളത് പൂ വേണം, പൂപ്പട വേണം, പൂവിളി വേണം, ഇത് ശ്രീരാഗത്തിന് ബേസ് ചെയ്തിട്ടുള്ള പാട്ടാണ്. ശരിക്കും നല്ലൊരു ഫോക്ക് എന്ന് വേണേൽ പറയാം. ആ ഗ്രാമീണത തുളുമ്പി നിൽക്കുന്ന ഒരു പാട്ട്. ജോൺസൺ മാഷിൻ്റെ കഴിവെന്ന് പറഞ്ഞാൽ അത് എടുത്തു പറയത്തക്ക കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഏത് പാട്ടാണ്, എല്ലാം നല്ല പാട്ടുകളാണ്. വലിയ ഒരു ജീനിയസാണ് അദ്ദേഹത്തിൻ്റെ ഈ പാട്ട്. ഭരതേട്ടൻ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. പച്ച മഞ്ഞൾ മുറിച്ച് വെച്ചാൽ എങ്ങനെ ഇരിക്കും, അതുപോലൊരു പാട്ട് വേണം. അങ്ങനെ ചെയ്ത പാട്ടാണ് ഇതെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത് ചെയ്തപ്പോൾ ഭരതേട്ടൻ അതുപോലെ തന്നെ ഫീൽ ചെയ്തെന്നാണ് പറഞ്ഞത്. മലയാളത്തിലെ എക്കാലത്തെയും എപ്പിക് ചിത്രങ്ങളുടെ സ്വഭാവമുള്ള ഒരു ചലച്ചിത്രമാണ് വൈശാലി. MT വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ഭരതേട്ടൻ ചെയ്തിട്ടുള്ള സിനിമ. ഇത് ഭരതേട്ടൻ ശരിക്കും പറഞ്ഞാൽ MT സാറിൽ 2 ചലച്ചിത്രങ്ങൾ ചെയ്തിട്ടുള്ളതിലും രണ്ട് തരത്തിലുള്ളതാണ്, താഴ്വാരവും വൈശാലിയും. വൈശാലി ശരിക്കും കുറച്ചുകൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാഭാരതത്തിൽ നിന്നും ഒരു കഥയെടുത്ത് ഒരു സിനിമ ചെയ്യുമ്പോൾ അതിനെ എത്രത്തോളം അതൊരു പ്രത്യേകിച്ചും നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു ഫാൻറ്റസി പോലുള്ളൊരു കഥയാണ്. ആ കഥ എത്ര മനോഹരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ, അത് എത്ര മനോഹരമായിട്ട് ഫ്രെയിമിനകത്തേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള ശ്രമം ഇതിനകത്തുള്ള ഓരോ ഫ്രെയിമിനുണ്ട്. കാരണം ഒരു പെയിൻറ്റിങ്ങിൻ്റെ സീക്വൻസുകൾ തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ ആ ചലച്ചിത്രം എന്നുള്ളത് പറയുന്നത്. കാരണം ഒരു പെയിൻറ്ററുടെ ഫിലിമാണ്. ആ പെയിൻറ്ററിൻ്റെ സ്വഭാവം ഇതിൻ്റെ മ്യൂസിക്കിനകത്തുണ്ട്, അതിൻ്റെ വിഷ്വൽസിലുമുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകതയും. ഭരതൻ്റെ പടത്തിലെ പാട്ട്, സാധാരണ പാട്ട് സീൻ വരുമ്പോഴത്തേക്കും നമുക്കൊന്ന് ബാത്റൂമിലൊക്കെ പോയിട്ട് വരാമെന്നും പറഞ്ഞ ആൾക്കാർ എഴുന്നേറ്റ് പോകും. അതേസമയം ഭരതൻ്റെ പടത്തിലെ പാട്ടുകൾക്ക് അങ്ങനെ പോകാൻ പറ്റത്തില്ല. കാരണം ആ പാട്ടിനകത്ത് എന്തെങ്കിലും ആ പടത്തിൻ്റെ സീൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ അതുമായിട്ട് വളരെയധികം അടുത്ത് സംഭവമായിരിക്കും. അതുകൊണ്ട് ഉദാഹരണത്തിന് വൈശാലിയിലെ ഇന്ദ്രനീലിമയോലും ആ പാട്ടിൽ കൂടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശശിങ്കരനെ ഇവള് വശത്താക്കുന്ന ഇത്. അപ്പോൾ അത് കണ്ടില്ലെങ്കിൽ അത് മനസ്സിലാവുമോ നമുക്ക്? പൊന്മുളം
നിനക്കേതുമറിയില്ലല്ലോ ഇന്ദ്രനീലിമയോലും ഈ മിഴിപ്പൊയ്കകളിൽ ഇന്നലെ നിൻമുഖം നീ നോക്കി നിന്നു ഇന്ദ്രനീലിമയോലും. ONV സാറിൻ്റെ രചന, രവി ബോംബെ അദ്ദേഹത്തിൻ്റെ സംഗീതം, ചിത്ര ചേച്ചിയുടെ ആലാപനം. ഇപ്പോഴും എന്താ പറയുക, ഒരു മത്സരവേദികളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പാട്ടാണ് ഇന്ദ്രനീലിമയോലും. ടഫാണ് പാട്ട്. അതുപോലെ ഇതിൻ്റെ പിക്ചറൈസേഷൻ ആണെങ്കിലും ശരിക്കും ആ കാമുകിക്ക് ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് വരുന്നതെങ്കിലും ഈ മുനികുമാരനുമായി പ്രണയത്തിലാകുന്നു. അപ്പം അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഭരതൻ സാർ ഇങ്ങനെ വരച്ച്, പാട്ടിലൂടെ വരച്ച് കാണിച്ചിരിക്കുകയാണ്. വർഷ